റിനി ആൻഡ് ജോർജ് ഏറെ സുപരിചിതയാണ് എല്ലാവർക്കും ഇപ്പോൾ. റിനി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും റിനിയുടെ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഓഡിയോ ക്ലിപ്പിന്റെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു ഉത്തരവാദിയല്ല. കാരണം ഞാൻ ഇതുവരെയും ആ പേരോ ആ പ്രസ്ഥാനത്തെക്കുറിച്ചോ വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ട ചിലരോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു നടപടി ഇല്ലായ്മ അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതിൽ പ്രൂവ് ചെയ്തുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് തിരിച്ചു വരണം. അല്ലാതെ ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. പിന്നെ ഞാൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്തുകൊണ്ടാ ചിരിക്കാൻ പാടില്ലാത്തത്? ഞാനൊരു ഇരയല്ല. ഞാൻ ഇതൊന്നും കൊണ്ട് ഭയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. ഭയം എന്നുള്ളൊരു രീതിയിലല്ല. ഞാൻ ധൈര്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ശക്തമായ റിയാക്ഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ പരാതിക്കാരില്ല എന്ന് പറഞ്ഞാൽ പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ടല്ല, പരാതി പറയാൻ സാധിക്കാത്ത അവസ്ഥയുള്ളത് കൊണ്ടാണ്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ശക്തമായി പ്രതികരിക്കും, ശക്തമായി പോരാടും, മുന്നോട്ട് തന്നെ പോകും. കാരണം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ളത്, നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അങ്ങനെ വരെ പോകും എന്നുള്ളത് തീർച്ചയായിട്ടും. ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ശരി, അതിന് തന്നെ മുന്നോട്ട്. എവിടെ വെച്ചിട്ടാണ് ഈ സംസാരത്തിന്റെ താളം തെറ്റുന്നു തോന്നിയത്? താളം തെറ്റുന്നു തോന്നി കഴിഞ്ഞാൽ അതായത് പരിചയപ്പെട്ട് ഈ 24 hours കഴിയുന്നേക്കും മുമ്പ് എന്നെ താളം തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. റിനി ആൻഡ് ജോർജ് ഏറെ സുപരിചിതയാണ് എല്ലാവർക്കും ഇപ്പോൾ. റിനി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും റിനിയുടെ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം, ചെറുപ്പക്കാരനായ ഒരു MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ വെളിപ്പെടുത്തൽ നടത്തി. അതായത് എന്നെ ഒരു യുവ നേതാവ് എനിക്ക് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി, ചില ബുദ്ധിമുട്ടുകൾ എന്നൊരു വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തിയത്. പക്ഷെ ആ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും ഞാൻ പേര് പറയുകയോ ഏത് പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെയും ഞാൻ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിടുകയും അതിൻ്റെ ഭാഗമായി അയാൾക്കെതിരെ ആ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കന്മാർ കൂടി ആലോചിച്ച് അവരുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികളെടുത്തു എന്നാണ് എൻ്റെ അറിവ്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയല്ല, ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കന്മാർ ചേർന്ന് ഒരു നടപടിയെടുത്തു. അത് ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു ഉത്തരവാദിയല്ല. കാരണം ഞാൻ ഇതുവരെയും ആ പേരോ ആ പ്രസ്ഥാനത്തെക്കുറിച്ചോ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരാമർശം വരുന്നു. കാരണം ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു ഈ അഭിമുഖത്തിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രസ്താവന റിനിയിൽ നിന്ന് ഉണ്ടാവുന്നത്. അതിന് ആ ഒരു സാഹചര്യം എന്തായിരുന്നത്? അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം ലഭിക്കുകയോ ചെയ്തപ്പോൾ അതെന്നെ ഇറിറ്റേറ്റ് ചെയ്തു. അതിനെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അതെന്നെ ഇറിറ്റേറ്റ് ചെയ്തു. ഞാൻ അയാളെ ഫയർ ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് എനിക്ക് വേണ്ടപ്പെട്ട ചിലരോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു നടപടി ഇല്ലായ്മ അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അതാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് അതെന്നെ ഒരു വിധത്തിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വ്യക്തി എന്നെ സംബന്ധിച്ച് ഞാൻ ലീസ്റ്റ് ബോധേഡാണ് ആ വ്യക്തിയെക്കുറിച്ച്. എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരുന്ന ചിലരോട് ഞാനത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമമാണ് എന്നെ എഫക്റ്റ് ചെയ്തത്. അപ്പം ഇതായിരുന്നു എൻ്റെ വിഷമമെങ്കിൽ, ഇതായിരുന്നു എൻ്റെ പ്രശ്നമെങ്കിൽ എനിക്ക് 3.5 വർഷം മുമ്പ് തന്നെ പരാതി കൊടുക്കാമായിരുന്നു. അപ്പം ഞാൻ അതിന് അത്രേ കൺസേൺ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ പരിഗണിച്ചില്ല എന്നുള്ളൊരു വിഷമമാണ് എന്നെ ബാധിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അതിനൊരു പരാതി കൊടുക്കണം എന്ന രീതിയിൽ ചിന്തിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ പാടില്ല എന്നൊരു ധാർമ്മിക ചിന്ത എപ്പോഴെങ്കിലുമൊക്കെ റിനിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എൻ്റെ അറിവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ഞാൻ ആദ്യം ഇതൊരു ചെറുപ്പക്കാരൻ്റെ ചെറിയ ഒരു തമാശ എന്ന തന്നെയാണ് ഞാനും ചിന്തിച്ചത്.
എനിക്കും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷെ പിന്നീട് പല വാർത്തകൾ വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാനും കൂടി മിണ്ടാതിരിക്കുന്നത് ഒരു ശരിയായ ഒരു കാര്യമല്ല എന്ന് തോന്നിയതിൻ്റെ ഒരു ഇതിലൂടെയാണ്. പിന്നെ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ വിഷമം കൊണ്ടും കൂടിയാണ് അത് പറഞ്ഞു പോയത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളവർ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളവരാണോ തങ്ങളുടെ പാർട്ടിയിലുള്ളതെന്ന് ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്ന് വിലയിരുത്തുകയും അങ്ങനെയുള്ളവരെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം എന്ത് ചെയ്യണമെന്നാണ് റിനി ആഗ്രഹിക്കുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് വന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ധാർമ്മികതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇതിനെ ചലഞ്ച് ചെയ്യണം എന്നുള്ളത്. ഒരു ചാനൽ, ഒരു ദൃശ്യമാധ്യമമാണ് ഈ ഒരു ശബ്ദം പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം തൻ്റേതല്ല എന്ന് പറയാനും അതുപോലെ തന്നെ ഈ ഒരു ചാനലിനെതിരെ നിയമപരമായിട്ട് പോകാനും തയ്യാറാവണം. അതായത് ഈ ഒരു സൗണ്ട് ഉപയോഗിച്ചിരിക്കുന്ന AI ഉപയോഗിച്ചോ അല്ലെങ്കിൽ വ്യാജമായ നിർമ്മിതിയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അങ്ങനൊരു ഗൂഢാലോചന അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അപ്പം തീർച്ചയായിട്ടും അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണം ഒരു ധാർമ്മികതയുള്ള വ്യക്തിയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാളുടെ സൗണ്ട് ഇല്ലാത്ത രീതിയിൽ സൃഷ്ടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് ഏറ്റവും വലിയ ഒഫൻസ് അല്ലേ? അതിപ്പോൾ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും അതൊരു വലിയൊരു ഒഫൻസ് ആണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയം ഇവിടെ അവസാനിച്ചു. അതെ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ വേണം, അതിൽ പ്രൂവ് ചെയ്തുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് തിരിച്ചു വരണം. അല്ലാതെ ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയിലാണ് ആദ്യമായിട്ട് ഈ ഒരു വിഷയം ഉന്നയിച്ചത്. അതിനുശേഷം റിനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്. അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ സൈബർ അറ്റാക്കിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് സത്യസന്ധമായിട്ട് നിൽക്കുന്നവര് അല്ലെങ്കിൽ ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നവര്, എല്ലാം തുറന്നു പറയാൻ തയ്യാറായിരുന്നവരെ ഒരു കാലത്തും ലോകം അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ പല വിഷമതയിലൂടെ പോകേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു, അദ്ദേഹം തന്നെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി. അങ്ങനെ ഏത് വ്യക്തിത്വങ്ങളെ എടുത്തു കഴിഞ്ഞാലും അവരെ ഒന്നും ആരും പൂവിട്ട് പൂജിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നതോടുകൂടി ഞാൻ പ്രശസ്തയാവുന്നോ അല്ലെങ്കിൽ എന്നെ എല്ലാവരും പൂവിട്ട് പൂജിക്കുമെന്നൊക്കെ കരുതി എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ഞാൻ ലൈക്കിന് വേണ്ടിയാണ്, ഷെയറിന് വേണ്ടിയാണ്. പക്ഷെ ഇത്തരത്തിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ അംഗീകരിക്കുന്നവരല്ല ഭൂരിപക്ഷം ആളുകൾ. പക്ഷെ അംഗീകരിക്കുന്ന സമൂഹത്തിലെ ആളുകളുണ്ട്. ചിലരതിനെ വളരെ ഭംഗിയായിട്ട് അത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും പുറമെ വന്ന് പറയാൻ ഭയമാണ്. അവർ ചിലപ്പോൾ നമ്മളോട് പേഴ്സണലി പറയും നിങ്ങൾ കാണിച്ചത് വലിയ കാര്യമാണ് കേട്ടോ എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും ധൈര്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്നെ ആരെങ്കിലും പൂവിട്ട് പൂജിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൈബർ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്രയും വ്യാപ്തിയിൽ ഈ വിഷയം പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം ഞാനതൊരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞു പോയൊരു കാര്യം ഇത്രയും കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ സൈബർ അറ്റാക്ക് കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ആരാണോ ഇതിൽ വരുന്ന ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ, അതെ, അവര് എന്താ എന്നെ കണ്ടാ കിണ്ണം കട്ടവനാന്ന് തോന്നും എന്നുള്ള രീതിയിലാണ് എന്നെ ആക്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സൈബർ അറ്റാക്കിന് ഞാൻ ലീസ്റ്റ് ബോധേർഡ് ആണ്. സൈബർ അറ്റാക്കിനെ സംബന്ധിച്ച് പരാതി കൊടുക്കാനുള്ള കാരണം എല്ലാവരും എന്നെ നിർബന്ധിച്ചു. പിന്നെ എൻ്റെ തന്നെ വേറെ സുഹൃത്തുക്കളെ ഇതിലേക്കൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ പലരും പറഞ്ഞു റിനി ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിൽ മറ്റു പെൺകുട്ടികൾക്ക് പരാതി പറയാനും മുന്നോട്ട് വരാനും ഒരു ഭയം ജനിക്കും. അതുകൊണ്ട് റിനി അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്ന് പലരും പറഞ്ഞതുകൊണ്ട് എനിക്കും തോന്നി അത് ശരിയാണ്, ഐ ഷുഡ് ആക്ട് എന്നത്. റിനിയുടെ ചിരി, റിനിയുടെ വസ്ത്രധാരണം, ഇതൊക്കെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്താണെങ്കിലും ഞാൻ പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ ഞാൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ചിരിക്കാൻ പാടില്ലാത്തത്? ഞാനൊരു ഇരയല്ല. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് തോന്നിയൊരു ബോധ്യം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഇരയല്ല. ഞാൻ ആ വ്യക്തിയുടെ ഇതിൽ പെട്ടുപോയി ആക്രമണം നേരിട്ടൊരു വ്യക്തിയല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും ചിരിച്ച് ഫേസ് ചെയ്യണം എന്നാ ഞാൻ പറയുള്ളൂ. ഒരു ഇര അങ്ങനെ ഒരു പെൺകുട്ടി
പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിരിച്ച് തന്നെ ഈ ലോകത്തെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ എൻ്റെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് എൻ്റെ ചോയ്സാണ്. ഇപ്പൊ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്ത്രം ധരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ആളുകളെ, സമൂഹത്തെ കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിച്ച് നടക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതും കൂടി ഈ സമൂഹം ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതായത് റിനി ഒരു വേദിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന പക്രുവാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ പക്രു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തിരിയാനായിട്ടുള്ള ബുദ്ധിമുട്ടും വിഷമം കൊണ്ടൊക്കെയാണ് തിരിയാതിരുന്നത്. പക്ഷെ അതിനെ വളരെ വലിയ രീതിയിൽ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ വരെ എടുത്ത് ആ വീഡിയോ ഷെയർ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ് നേരിടാൻ സാധിച്ചത്? അത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് തോന്നി അത് പക്രു ചേട്ടന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട, ഞാനത് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതി. ഒരു പക്ഷേ അദ്ദേഹത്തിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് തന്നെയാണ് ഇപ്പം സൈബർ കേസ് കൊടുക്കാനുള്ള ഒരു കാരണമായത്. കാരണം അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഞാനിപ്പോൾ പലരും എനിക്ക് വളരെ അടുപ്പമുണ്ടെന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. ഞാൻ വി.ഡി. സതീശൻ സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിനിമാ ഫീൽഡിൽ ഏറ്റവും അടുപ്പമുള്ളതും എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളതും ഏറ്റവും സ്നേഹമുള്ളതും എന്നോടും ഏറ്റവും പരിഗണനയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് പക്രു ചേട്ടൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ബഹുമാനമുള്ള ഒരു സ്നേഹമുള്ള എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ പ്രൊമോഷൻ സമയത്തൊക്കെ ഞങ്ങളൊന്നിച്ച് യാത്ര ചെയ്യുകയും സംസാരിക്കുകയും എന്നെ നന്നായി അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ എനിക്കും നന്നായിട്ട് അറിയാം. അപ്പം അത്രയും അടുപ്പമുള്ള ഒരാളെ കുറിച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും സുഹൃത്തുക്കളാണ്. പക്ഷെ അത് ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ടിരുന്നതിന് കാരണം വീണ്ടും ഞാൻ അതുമായി ഒരു കണക്ഷൻ അവഗണിച്ചതാണ്. ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ പിന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ്. രാഹുൽ ഈശ്വറിനെ ഇതിനു മുമ്പ് എന്തെങ്കിലും മുൻപരിചയം ഉണ്ടോ? എനിക്ക് യാതൊരു പരിചയമില്ല. പക്ഷേ ഈ രാഹുൽ ഈശ്വർ റിനിക്കെതിരെ ഭയങ്കരമായ ആരോപണങ്ങളാണല്ലോ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവും ഇല്ല. ഈ വിഷയത്തിൽ എങ്ങനെയാണ് അയാൾ ഇത്രയും അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതൊന്നും കൊണ്ട് ഭയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. ഭയം എന്നുള്ളൊരു രീതിയിലല്ല, ഞാൻ ധൈര്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്നെ ആക്രമിച്ചും എന്നെ ഡിഫെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എൻ്റെ തംബ്നെയിലിൽ എൻ്റെ ഫോട്ടോസ് ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഞാൻ ശക്തമായി പ്രതികരിക്കുക. അതിന് നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റൂ, അത് ആരാണെങ്കിലും ശരി, അങ്ങനെ പോകും. ഇതൊന്നും കണ്ട് ഭയപ്പെടുന്ന ഒരാളല്ല എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരാതിക്കാർ ഇല്ലല്ലോ എന്നുള്ളത്. റിനി ഒരു നിമിഷം റിനി ഒരു ഇരയാണ് എന്ന് ചിന്തിക്കുക. റിനിയെ സംബന്ധിച്ചിട്ട് എനിക്ക് തുടർന്നൊരു ജീവിതമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റിനി പരാതിയായിട്ട് വരുമോ? ഞാനാണെങ്കിൽ പരാതിപ്പെടും. പരാതി എന്നുള്ളത് ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിയാക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ശക്തമായ റിയാക്ഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രോമ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ആ ട്രോമ വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാലത്തും ആ ട്രോമയായിട്ടിരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രോമ മാറും. ഇപ്പൊ ചേട്ടൻ എന്നെ തല്ലുവാണെങ്കിൽ ഞാൻ തിരിച്ച് പ്രതികരിച്ച് കഴിയുമ്പോൾ എൻ്റെ ആ ട്രോമ തീരും. അതേസമയം ഞാൻ അത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയിരുന്ന് കരയുവാണെങ്കിൽ ആ ട്രോമ ഒരിക്കലും മാറില്ല. അപ്പൊ ഞാനൊരു ഇരയാണെങ്കിൽ ഞാൻ ഇരയാവാനൊരു സാധ്യത കുറവാണ്. കാരണം ഞാൻ അങ്ങനെയുള്ള ഇഗ്നോർ ചെയ്ത ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് റിനിയെ കാണാനേ സാധിക്കത്തുള്ളൂ. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ ഒരു വ്യക്തി വളരെ റോങ് ആയിട്ടുള്ളൊരു വെയിലൂടെയാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ അത് പരസ്യമായിട്ട് പറയാൻ കാണിച്ച ധൈര്യത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഞാനൊരു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പല പെൺകുട്ടികൾക്കും, ഇരയായിട്ടുള്ള പല പെൺകുട്ടികൾക്കും ഈ കാര്യം പുറത്ത് തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ പരാതി നൽകി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അവർക്ക് കൃത്യമായിട്ടറിയാം. കാരണം നാളെ ഇവിടെ ഒരു വലിയൊരു മാധ്യമ വിചാരണ അവർക്ക് മേലുണ്ടാകും. അതുകൂടാതെ സോഷ്യൽ മീഡിയ അറ്റാക്ക്, സൈബർ അറ്റാക്ക് ഉണ്ടാകും. പിന്നെ അവർക്കൊരു ഭാവിയില്ല. പിന്നെ അവരുടെ ഭാവി അവിടെ അവസാനിക്കുന്നു എന്നൊരു തോന്നൽ എപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ഞാൻ ഇതുവരെ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആരെയും തേജോവധം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് നേരെ ഉണ്ടാവുന്ന സൈബർ അറ്റാക്ക് അതിഭീകരമായ സൈബർ അറ്റാക്കാണ്. പക്ഷെ ഞാനത് താങ്ങും. കാരണം ഞാൻ ഇതൊക്കെ ചെറുപ്പം തുടങ്ങി ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സമൂഹത്തിന്റെ രീതികൾ ഇങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷെ പല പെൺകുട്ടികൾക്കും അത് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവരെ സംബന്ധിച്ച് ഈ സൈബർ അറ്റാക്ക് ഒന്നും അവർക്ക് താങ്ങാൻ പറ്റില്ല. അതായത് അതുമാതിരിയുള്ള ഒരു അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവരൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഉണ്ടായ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം അവർ നേരിടേണ്ടി വരും, അവരെ വലിച്ചു കീറും എന്നുള്ളൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അവരുടെ ജീവിതം അവിടെ തീർന്നു പോകുന്നു, ജീവിതം അവിടെ തീർന്നു പോകുന്നു. അത് ഞാൻ പറയുന്നത് ഈ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതെന്ന് ഞാൻ പറയും. അതായത് നമ്മൾ ഈ ഒരു സ്ത്രീയുടെ മാനം അഭിമാനം വെച്ചുകൊണ്ട് അവളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഷെയിം ചെയ്യുന്ന ഒരു രീതിയിൽ സമൂഹം ചിന്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഇത് ആരോടും തുറന്നു പറയാൻ പറ്റാത്തത്. അതായത് പെൺകുട്ടികൾക്ക് നോർമലി സ്വന്തം വീട്ടിൽ പോലും ഇത് തുറന്നു പറയാൻ പറ്റില്ല. അതായത് രണ്ടുപേര് കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തെ പോലും സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ സമൂഹത്തിലുള്ളത്. അപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ള, അപ്പൊ നമ്മൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഒരു തെറ്റ് പറ്റാൻ, ചിലപ്പോൾ ഒരു പെൺകുട്ടി വിചാരിച്ചു കാണും ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ വിവാഹം കഴിക്കും എന്ന് ചിന്തിച്ചൊരു തെറ്റിലേക്ക് വീണ് പോയതായിരിക്കാം. ഇതിൽ തന്നെ ചിലപ്പോൾ ചെറിയൊരു കുട്ടിയായിരിക്കും, അധികം ഏജ് ഉണ്ടാവില്ല, പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിക്കാണില്ല. പക്ഷെ എന്തിനും ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണോ ഈ സമൂഹം ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേ പറയുള്ളൂ. അവൾ എന്തുകൊണ്ട് പോയി, അവൾ എന്തുകൊണ്ട് ചെയ്തു, എന്തൊരു പ്രശ്നം വന്നാലും സ്ത്രീയെ മാത്രം നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ. ഇപ്പം എൻ്റെ കാര്യത്തിൽ പോലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു, വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നിട്ട് പോലും ഒരു പത്രം എനിക്കെതിരെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ട്, അതായത് എന്തൊക്കെയോ പരസ്പര സമ്മതത്തോടുള്ള വീഴ്ച നടന്നു അത്രേ, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് വീക്ഷണം പത്രമാണ്. ആ വീക്ഷണം പത്രം എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലാത്ത രീതിയിലുള്ള ലേഖനമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം. അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കോട്ട് ചെയ്ത് സിനിമാ നടി എന്നാണ് അവർ യുവ നടി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പോൾ കേൾക്കുന്നതിൽ ഞാൻ മാത്രമാണല്ലോ, എന്നെ മാത്രമാണല്ലോ യുവ നടി എന്ന് പറഞ്ഞ് പരാമർശിക്കുന്നത്. അങ്ങനെ ഒരു പത്രം തന്നെ എഴുതി വെക്കുമ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ ഒന്ന് ഇറങ്ങി വന്ന് പറയാൻ പറ്റുക? അപ്പൊ പരാതിക്കാരില്ല എന്ന് പറഞ്ഞാൽ പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ടല്ല, പരാതി പറയാൻ സാധിക്കാത്ത അവസ്ഥയുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രത്യേകിച്ച് പ്രതി അല്ലെങ്കിൽ വേട്ടക്കാരന് ഇൻഫ്ലുവൻഷ്യൽ ആകുമ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഇറങ്ങി വന്ന് പറയാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുറച്ചും കൂടി സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് പ്രതിയെങ്കിൽ കുറച്ചും കൂടി അത് സാധിക്കും. പക്ഷെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ, പിന്നെ അവർ പല രീതിയിലും അതെവിടെ ശ്രമിക്കും, പരാതി വരാതിരിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും പല കാര്യങ്ങളും അവിടെ നടത്തും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് എന്താവും എന്നുള്ളത്. പക്ഷെ പരാതിയുണ്ട്, ഇത്രയും വലിയ പ്രശ്നമാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ പല നടപടികളും വരുന്നത്. പക്ഷെ നിയമത്തിന് മുമ്പിലേക്ക് ആരും വന്നൊരു പരാതിയായിട്ട് വരാനായിട്ട് അവർ തയ്യാറാവാത്തതിന് പ്രധാനപ്പെട്ട കാര്യം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു റിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ ഒരു പൊതുസമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സൈക്കോ വേയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരം, ഈ തെമ്മാടിത്തരം പൊതുസമൂഹം അറിയേണ്ടതുണ്ട് എന്നൊരൊറ്റ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു അജണ്ടയോ പ്ലാനുകളോ ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടോ? ഒരു വിധത്തിലുള്ള അജണ്ടയോ പ്ലാനോ ഇല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷമമാണ്. ഞാൻ തന്നെ ചിന്തിച്ചൊരു കാര്യം, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, ഇതൊരു എന്നെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഞാനിത് വലിയ കാര്യമാക്കി എടുക്കണോ എന്ന് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇത് ഈ സമൂഹത്തോട് ഞാനും കൂടി ചെയ്യുന്ന തെറ്റാണ്. ഞാൻ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും ഒരു ജേർണലിസ്റ്റ് മൈൻഡുള്ള ഒരാളാണ്. അപ്പൊ ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ട് സമൂഹത്തിനൊരു വലിയ വിപത്താകുന്ന ഒരു കാര്യമാണിത്, ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കണമോ എന്നുള്ളതാണ്. ആ ഒരു വിഷമം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാനത് ചിലരുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായ ആ നിസ്സംഗതയും എല്ലാം കൂടി എനിക്കൊരു വലിയൊരു വിഷമം തോന്നി. അപ്പം അതുകൊണ്ട് ഞാനൊരു ഡയറിങ് ആയിട്ട് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയ ഒരു കാര്യമാണത്. അതിനകത്ത് യാതൊരുവിധ അജണ്ടയില്ല. എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടെങ്കിൽ സാമൂഹ്യ നന്മ എന്നുള്ളൊരു അജണ്ട മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മിടുക്കനായ ഒരു പ്രാസംഗികനാണ്, ഡിബേറ്ററൊക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കൊരു മാനസിക വൈകല്യം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് കഴിവുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, നന്നായി അഭിനയിക്കാൻ കഴിവുണ്ട്, നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് കരുതി ആ വ്യക്തി എല്ലാ രീതിയിലും നല്ലതാവണം എന്നില്ല. നമ്മൾ ആരാധിക്കുന്നതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. കാരണം നമ്മളൊരു നടനെ ആരാധിക്കുന്നു, ആ നടന്റെ അഭിനയ മികവിനെ നമുക്ക് ആരാധിക്കാം, പക്ഷെ ആ വ്യക്തി അപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചർ തന്നെയാണ്.
നന്നായി അഭിനയിക്കുമെന്ന് കരുതി അയാളുടെ എല്ലാ സ്വഭാവവും എല്ലാ ക്യാരക്ടറും എല്ലാം നന്നാവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ലൊരു പാട്ടുകാരനുണ്ട്, അതിലൊരു വലിയ മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അവർക്ക് കഴിവുണ്ട്, ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെന്നേ. പക്ഷെ അപ്പോഴും അയാളുടെ എല്ലാ ക്യാരക്ടേഴ്സും വളരെ നല്ലത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. നമുക്ക് അടുത്തറിയുന്നവർക്ക് മാത്രമേ ഒരാളുടെ ക്യാരക്ടർ അറിയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ആരെയും അങ്ങനെ കണ്ണടച്ച് ആരാധിക്കാത്ത ഒരാളാണ്. ഈ സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ പറയുന്ന ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. റിനി ഇത്രയും ഗൗരവകരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ബന്ധപ്പെടുകയോ ആശ്വസിപ്പിക്കുകയോ പിന്തുണ അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സാംസ്കാരിക രംഗത്ത് ഉള്ളവരാരും അങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഗവൺമെന്റ് തലത്തിൽ വിമൻസ് കമ്മീഷൻ അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളെ അറിയാവുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ സാമൂഹ്യ രംഗത്തുള്ള ആരും ഇല്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു റിനി മറ്റേ ഏഷ്യാനെറ്റിലും മീഡിയ വണ്ണിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, ഒരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. അപ്പോൾ ആ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെയുള്ള പഴയ സഹപ്രവർത്തകരൊക്കെ വിളിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പിന്തുണ പ്രത്യേകിച്ചില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിലെ നോർമൽ ആളുകൾക്കാണ് കുറച്ച് ഇത് മനസ്സിലാകാതെ പോകുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് ഈ ഇതിലുള്ള ഇപ്പോൾ ജേർണലിസ്റ്റുകളാണെങ്കിലും രാഷ്ട്രീയ ഏത് പാർട്ടിയിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. ഞാനൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് നിങ്ങൾ എന്നെ മൈൻഡ് പോലും ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാം. അവരെ നമ്മൾ എന്നെ ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അവർക്കറിയാം. കാരണം ഞാൻ ബോൾഡായിട്ട് പറഞ്ഞ ഒരാളാണ്. എനിക്കതിനകത്ത് അതായത് ഈ റിനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിനി ഒരിക്കലും ഒരു ഇരയല്ല. റിനിയുടെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയോട് നോ പറഞ്ഞു എന്നതിനാണ്, അത് തുറന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു ഇയാൾ ഒരു അപകടകാരിയാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്ന കാരണത്താലാണ് ഇപ്പൊ റിനി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിയല്ല. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും റിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ സൈബർ അറ്റാക്ക് ഒന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. കാരണം എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ പറയുന്ന ഈ ഇരകളായിട്ടുള്ള പെൺകുട്ടികളും അങ്ങനെയാ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയാണ് ഏറ്റവും വലുത്. അല്ലാതെ ഈ ലോകത്ത് ആരും നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മനസാക്ഷിക്ക് അറിയാം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതിന് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കോൺഗ്രസിലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തി കൂടിയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ, കോൺഗ്രസിനോട് കുറച്ച് താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് തീർച്ചയായിട്ടും സജീവമായ രാഷ്ട്രീയത്തിൽ ഇല്ല, പക്ഷെ എനിക്ക് കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അങ്ങനെ പരിചയമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ്. കാരണം നിലമ്പൂരിൽ റിനി നടത്തിയിട്ടുള്ള പ്രചരണങ്ങളുടെ ചില ഫോട്ടോസൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ അതോ വെറുതെ ഫോട്ടോഷോപ്പാണോ? നിലമ്പൂര് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു? യെസ്, ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഒരു ഷൂട്ടിന് പോയ സമയത്ത് ഞാൻ അവിടെ ആ സമയത്ത് ഇലക്ഷൻ സമയമായതുകൊണ്ട് അവിടെയും കയറിയിരുന്നു. നേതാക്കന്മാരെയൊക്കെ കാണുകയും പരിചയപ്പെടുകയും അറിയാത്ത നേതാക്കന്മാരെയൊക്കെ പരിചയപ്പെടുകയും ഫോട്ടോ കൊടുക്കുകയും എൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. വോട്ട് ചോദിച്ച് അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തോടും അതോടൊപ്പം തന്നെ അതിലെ പല നേതാക്കന്മാരോടും ഒക്കെ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് റിനി. റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷം പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സൗഹൃദം മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല, പക്ഷെ ഈ വിഷയത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ രാഹുലിനെതിരെ പറഞ്ഞത് ശരിയായില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരോ അങ്ങനെ ഡീറ്റെയിൽ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ചിലർക്കൊക്കെ അതിനകത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിഷമിക്കുന്നവരുണ്ടാകാം. പക്ഷെ അങ്ങനെയുള്ളവരാണെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർ പോലും ഉണ്ടെന്നുള്ളതാണ്. ഈ സൈബർ ഇടത്തിൽ പിന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, കോടികൾ മേടിച്ചിട്ടാണ് റിനി ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതെന്നാണ്. സത്യം പറഞ്ഞ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് ഞാനിരിക്കും. അപ്പോ ഈ യുവജന നേതാവ് ആദ്യമായിട്ട് ഇൻബോക്സിൽ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? അത് പരിചയപ്പെടുന്നത് ഞാൻ തന്നെയാണ് റിക്വസ്റ്റ് ഇടുന്നത്. കാരണം എനിക്ക് ഈ വ്യക്തി നല്ല ആളാണ്, ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഞാൻ തന്നെ പരിചയപ്പെടുന്നത്. പക്ഷെ മെസ്സേജ് അയക്കുന്നത് അയാൾ തന്നെയാണ്.
റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അത് പിന്നെ എല്ലാവരും കാണുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ഇടുന്നത് നോർമൽ. മെസ്സേജ് ഇട്ടു, ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ സംസാരിച്ചു, കാരണം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സുഹൃത്ത് എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചു, ചാറ്റ് ചെയ്തു. എവിടെ വെച്ചിട്ടാണ് ഈ സംസാരത്തിന്റെ താളം തെറ്റുന്നു എന്ന് തോന്നിയത്? താളം തെറ്റുന്നു തോന്നി കഴിഞ്ഞാൽ അതായത് പരിചയപ്പെട്ട് ഈ 24 hours കഴിയുന്നേക്ക് മുമ്പ് എന്നെ താളം തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു മെസ്സേജിങ് റോങ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടായി. ഈ ഇങ്ങനെ മെസ്സേജുകൾ വരുന്ന കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് അകത്തുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നോ? അതേക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഇന്ന ഇതെന്നുള്ളതല്ല, ഞാൻ എനിക്ക് പരിചയമുള്ള, എനിക്ക് വിശ്വാസമുള്ള ചിലരോടൊക്കെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട്. ഇലക്ഷന് മുമ്പ് അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനത് പറഞ്ഞല്ലോ. അതായത് ഞാൻ അങ്ങനെ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എടുത്ത് ഞാൻ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല, പറയുന്നുമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പല സന്ദർഭങ്ങളിലും അത് ഇന്ന സമയത്ത് എന്നുള്ള പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പോലും പല സുഹൃത്തുക്കളോടും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോട് നൽകാനുള്ള ഉപദേശം എന്താണ്? നമ്മൾ ഏതൊരു കാര്യത്തിലും ബുദ്ധിപൂർവ്വം നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ട് പ്രണയമാണ്, കല്യാണം കഴിക്കാനാണെന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ശരീരം കൊടുക്കാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം ബുദ്ധിപൂർവ്വം നിൽക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ പലരെയും പരിചയപ്പെടും, സോഷ്യൽ മീഡിയ വഴിയും പല രീതിയിലൊക്കെ. എല്ലാവർക്കും പല ഉദ്ദേശങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിലെല്ലാത്തിലും പോയി ഇമോഷണലായിട്ട് പോയിട്ട് അങ്ങ് വീഴാതിരിക്കുക. ആരെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക. നമ്മളെ ഉപയോഗിക്കാനാണോ? പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട പെൺകുട്ടികൾക്ക് എപ്പോഴും സംഭവിക്കുന്ന പ്രണയം, സ്നേഹം, ഇമോഷൻ ഒക്കെ ആയിപ്പോവും. പക്ഷെ പുരുഷന്മാർ പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പലർക്കും അതൊരു ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും, ടൈം പാസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചിന്തിച്ച് ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ധൈര്യത്തോടെ പോരാടണം. ആ സമയത്ത് ധൈര്യം കളഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന വേദന അയാളും കൂടി അനുഭവിക്കണം. നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. അങ്ങനെ അനുഭവിപ്പിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ബുദ്ധിയും വേണം, ധൈര്യവും വേണം. അതില്ലാതെ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അവരെ പിടിച്ചു വലിക്കാനായിട്ട് ഈ ഫാമിലീസും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പല പെൺകുട്ടികൾക്കും ധൈര്യത്തോടെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഫാമിലീസ് പിന്തിരിപ്പിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ ആലോചിച്ച് ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചാൽ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. നമ്മുടെ ശരി, നമ്മുടെ മനസാക്ഷി, അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം റിനിയുടെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടോ? എൻ്റെ ഫാമിലി എപ്പോഴും വളരെ മോഡേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ പിന്തുണ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പുരോഗമന ചിന്താഗതി തന്നെയാണ്. പിന്നെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ പേരൻസിനോട് പറയും, എന്താണെങ്കിൽ പോലും. പക്ഷെ പല പെൺകുട്ടികൾക്കും അങ്ങനെ തുറന്നു പറയാൻ ഉള്ള ഒരു അവസ്ഥ സ്വന്തം വീടുകളിൽ ഇല്ല. പക്ഷെ എനിക്ക് ആ ഒരു സാഹചര്യമല്ല ഉള്ളത്. ഈ സോഷ്യൽ മീഡിയ ചാനലുകളുടെ പല പുലികൾക്കെതിരെയുമാണ് ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത്. ധൈര്യത്തോടെ അതിനെ ആ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുമോ? തീർച്ചയായിട്ടും. അതിനകത്ത് എന്താ സംശയം? ഞാൻ ഒരു രീതിയിലും ഭയപ്പെടുന്നില്ല. അതായത് ഇപ്പോഴും ഇപ്പോൾ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞു, ഇപ്പോഴും നമുക്കെതിരെ മോശമായിട്ടുള്ള മെസ്സേജ് ഇപ്പോൾ പോലും ഞാൻ കണ്ടു. അതായത് റിനി മുങ്ങി, റിനി കേരളത്തിലില്ല, കേരളത്തിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു, റിനി അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുവാണ്. ഞാൻ ഇവിടെ തന്നെയാണ്, ഞാനൊരു സ്ഥലത്ത് മുങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ ഞാൻ കുറച്ച് തമാശയായിട്ടും കൂടി എടുക്കുന്നത്. എനിക്ക് ചിരിയാ വരുന്നത്. സത്യത്തിൽ ഞാൻ ചിരിക്കുന്നതിന്റെ കാര്യം അതാ. ഞാൻ ഇതൊക്കെ ഒരു റിനിയുടെ ചിരി ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് മോശം കമന്റ് എഴുതുന്ന റിനി ചിരിച്ചോണ്ടാണ് വർത്താനം പറയുന്നത്. എന്റെ ഭംഗിയുള്ള ചിരിയല്ലേ? തീർച്ചയായിട്ടും അതന്നെ പറഞ്ഞത്. റിനിയുടെ ചിരിയെ കുറിച്ചാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഒരുപാട് ചാനലുകൾക്കെതിരെ പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്താണ് നമ്മൾ ഇതിൽ വരുന്നത്? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ശക്തമായി പ്രതികരിക്കും, ശക്തമായി പോരാടും, മുന്നോട്ട് തന്നെ പോകും. കാരണം എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത്. ഞാൻ ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ പോലും പറഞ്ഞ് അപമാനിച്ചിട്ടില്ല. എന്നിട്ട് എൻ്റെ പേരെടുത്ത് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഞാൻ എന്താ ചെയ്തത്? അവരാരെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു? അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനും ഭയപ്പെടണം? അപ്പൊ തീർച്ചയായിട്ടും ഞാനത് നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അങ്ങനെ വരെ പോകും എന്നുള്ളത്
തീർച്ചയായിട്ടും ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ശരി അതിനെ തന്നെ മുന്നോട്ട്. ഈ രാഹുൽ ഈശ്വർ ഇമെയിലിൽ പരാതി കൊടുത്തത് കൂടാതെ മറ്റേ ഹാർഡ് കോപ്പിയുമായിട്ട് പരാതി കൊടുക്കാനൊക്കെ പോയതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. അവഗണിച്ചു വിടും, അത്രേ ഉള്ളൂ. Who cares? റിനി ഒരിക്കലും ഒരു ഇരയല്ല എന്ന് ഈ പൊതുസമൂഹം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റിനി എന്ന ഒരു സാധാരണ പെൺകുട്ടി, ഒരു മാധ്യമ പ്രവർത്തക, മോഡലൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് അശ്ലീല കമൻ്റ് അയച്ച ഒരു യുവജന നേതാവിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം. അദ്ദേഹം ജനപ്രതിനിധിയാവാനോ ആ സംഘടനയുടെ തലപ്പത്തിരിക്കാനോ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിയത് പൊതുസമൂഹത്തിനെ അറിയിച്ചത് മാത്രമാണ് റിനി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് റിനിയെ ഇനി ഒരാളും സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാതിരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറെന്താണ് പൊതുസമൂഹത്തോട് എന്താ പറയാനുള്ളത്? എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇതാണ്, അതായത് നമ്മൾ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ആരെയും വിശ്വസിക്കരുത്, അങ്ങനെ നമ്മൾ വോട്ട് കൊടുക്കരുത്. ആരാണെങ്കിലും ഇപ്പം ചിലർ പറയുന്നു ഞാൻ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അല്ല, ഏത് പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എല്ലാ പാർട്ടികളും നമുക്ക് വേണം. ഈ ജനാധിപത്യ സമൂഹത്തിൽ ഒരു പാർട്ടി മാത്രമാണോ? അല്ല, പല പാർട്ടികൾ വേണം, എല്ലാവരും വേണം. പക്ഷെ ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല ആൾക്കാർ, നല്ല വ്യക്തികൾ ജനപ്രതിനിധികളായി വരണം. അതിന് ആ പാർട്ടികൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാവുന്നവർ അതിന് യോഗ്യരാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. വെറുതെ റീൽസും പാട്ടും ഡാൻസും കണ്ടിട്ടല്ല എന്നുള്ള, സോഷ്യൽ മീഡിയയിലെ ഹൈപ്പ് കണ്ടിട്ടല്ല, എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ്. അതായത് പുറമേ കാണുന്ന നല്ല വസ്ത്രം ധരിച്ചു, ചിരിക്കുന്നില്ല, കരയുന്ന പോലെ അഭിനയിക്കുന്നു, ഇതൊന്നും അല്ല. സഹതാപം മേടിച്ചെടുക്കാൻ നോക്കുന്നു, ഇതൊന്നുമല്ല. നമ്മൾ പറയുന്ന കാര്യത്തിന് ശരി. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള സമൂഹം പലപ്പോഴും ഈ അഭിനയിക്കുന്നവരെയും പുറമെ ഇത് ചെയ്യുന്നവരെയും മാത്രം വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. വസ്ത്രധാരണം, നന്നായി ചിരിക്കുന്നുണ്ടോ, അഭിനയിച്ച് നിൽക്കുന്നുണ്ടോ, അഹങ്കാരമില്ലാത്തതുപോലെ അഭിനയിച്ചാലും മതി, അങ്ങനെ ആയി പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ട്രൂസ് ഇതിൽ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ പലർക്കും കഴിയാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതിനിധികൾ എന്ന് പറയുന്നത് സത്യം പറയുന്ന, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കണം. ഒരു സ്യൂഡോ ആയിട്ട് നിൽക്കുന്നവരെ ആയിരിക്കരുത് എന്നുള്ളതാണ്. ഒരു ക്യാരക്ടർ ഉള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എപ്പോഴും ആളുകൾ അതിന് ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പം ഞാനൊരു കാര്യം ട്രൂ ആയിട്ട് പറഞ്ഞാലും എൻ്റെ വസ്ത്രത്തെയാണ് നോക്കുന്നത്, എൻ്റെ വസ്ത്രത്തെയാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, അത് ഒരാളുടെ ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. ആ വ്യക്തി പറയുന്നതിൽ എന്താണ് കാര്യം എന്നുള്ളതാണ്. അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ സാമൂഹികമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതം വേറെയാണ്. എനിക്ക് ചിലപ്പോൾ ഒരു പ്രണയം ഉണ്ടാകാം, എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവാം, എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്നുണ്ടാവും. അതും അയാളുടെ വ്യക്തിത്വവും തമ്മിലൊരു കണക്ഷനും ഇല്ല. അപ്പം ഇങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നല്ല ആളാണ്, ഇങ്ങനെ ചിരിച്ചാൽ നല്ല ആളാണ്, ഇങ്ങനെ സഹതാപം ഉണ്ടാക്കാൻ നോക്കിയാൽ അയാൾ നല്ല ആളാണ് എന്നൊക്കെ വിശ്വസിച്ച് തെറ്റിലേക്ക്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകരുതെന്നുള്ളതാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഈ സൈബർ അറ്റാക്കുകൾ എങ്ങനെ നേരിടുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സൈബർ അറ്റാക്കുകളോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? എനിക്ക് അതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ഇപ്പോൾ സൈബർ പോലീസ് അത് അന്വേഷിക്കുന്നു. അതിന് ഇപ്പോൾ എൻ്റെ വിഷയത്തിൽ തന്നെയാണെങ്കിലും DGP നേരിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്, ശക്തമായ ഒരു ഇടപെടലുണ്ടാവും. പക്ഷെ അത് മാത്രം പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മളെപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനെ ഏതെങ്കിലും തലത്തിൽ നിയന്ത്രിക്കാനുള്ള, അതിനൊന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മുടെ രാജ്യത്തും അതായത് ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും എന്ത് ആഭാസത്തരവും പറയാം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ പോകുന്നത് നമുക്ക് നല്ലതല്ല. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ പഴയ കാലത്തിനേക്കാളും ഇപ്പോൾ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇത് യൂസ് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ താരങ്ങളാവുക, അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗണ്ടാസ് സോഷ്യൽ മീഡിയയിലൂടെ പരത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ കൃത്യമായിട്ട്, അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിലെന്തെങ്കിലും ഒരു കാര്യമായ ഇടപെടലുകൾ കൊണ്ടുവരണം. ഇപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് എന്ത് അശ്ലീലവും എഴുതി വിടാം,
ചെയ്യാം എന്നുള്ള, അതിനൊന്ന് ബാൻ ചെയ്യുമോ അല്ലെങ്കിൽ അത് ഡിസപ്പിയർ ആവുകയോ അത് ഏതെങ്കിലും വിധത്തിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെ അത് ഗവൺമെന്റ് നേരിട്ട് ഇടപെടണം. അല്ലാതെ ഒരു പരാതി വരുമ്പോൾ മാത്രം ആക്ഷൻ എടുക്കുന്നതിന് പകരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിനകത്ത് ശ്രമിക്കണം. അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ വിഷയം മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയൊക്കെ കൊച്ചു കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ വായിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഭാഷയാണ്. അവരുടെ സംസ്കാരവും കൂടിയാണ് മാറുന്നത്. മൂല്യച്യുതി സംഭവിക്കുന്ന ഒരു ജനറേഷൻ വളർന്നു വരാൻ ഇത് കാരണവും. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് യഥാർത്ഥം എന്ന് ചിന്തിച്ച് പിന്നെ ആ രീതിയിൽ പൊതുസമൂഹത്തിൽ പെരുമാറുന്ന ഒരു രീതിയിലേക്ക്, ഇപ്പോൾ ഇതിൽ തന്നെ പ്രായമായ സ്ത്രീകളെ, പ്രായമായവരെയൊക്കെ അപമാനിച്ചൊക്കെ കമൻ്റൊക്കെ ഇടുമ്പോൾ അതിനി പുറത്തിറങ്ങിയും അങ്ങനെ ആകാമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അപ്പം അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നതാണ് ഇതെന്നുള്ളത് അങ്ങനെ ഒരു കാര്യവും കൂടി ഇതിൽ നിർബന്ധിതമായിട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. റിനി ജോർജുമായിട്ട് ഈ അരമണിക്കൂർ സമയം നടത്തിയ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, റിനി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളൊരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി പൊതുസമൂഹത്തിൽ വന്നു നിന്ന് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളെ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടു കൂടി തന്നെ ഈ പൊതുസമൂഹം കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. കാരണം ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഒരു വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് ഒരു പൊതുസമൂഹത്തിനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് റിനി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിൽ നിന്നൊക്കെ മാക്സിമം അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. നന്ദി, നമസ്കാരം. താങ്ക് യു.